ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്നും വരുന്ന വാർത്ത എൻഡിഎക്കും ബിജെപിക്കും അത്ര ശുഭകരമല്ല. ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം ഉറ്റുനോക്കുന്നത്. രാജ്യത്തിന്റെ രാഷ്ട്രീയ ചലനങ്ങൾ നോക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധ ബീഹാറിന്റെ മണ്ണിലേക്കാണ്. ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്നയിൽ അധികാരത്തിലേക്ക് നവംബർ 14 നടക്കുമെന്ന ചർച്ചയാണ് ദേശീയ മാധ്യമങ്ങൾ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബീഹാറിൽ എൻഡിഎക്ക് അത്ര ആശാവാഹമായ അവസ്ഥയല്ല, അല്ലെങ്കിൽ ബീഹാറിലെ എൻഡിഎക്ക് അത്ര അനുകൂലമായ അവസ്ഥയല്ല എന്നാണ് ബീഹാറിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ബീഹാറിൽ എൻഡിഎയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ജനതാദൾ യുണൈറ്റഡ്, ബിജെപി, രാംവിലാസ് പാസ്വാന്റെ ഇപ്പോൾ മകൻ ചിരാഗ് പാസ്വാൻ നേതൃത്വം നൽകുന്ന ലോക് ജനശക്തി പാർട്ടി, ജിതിൻ റാം മാഞ്ചിയുടെ ദളിത് പിന്നോക്ക പാർട്ടി, ഈ പാർട്ടികളാണ് ബീഹാറിലെ എൻഡിഎയിൽ ഉള്ളത്. ഇവിടെ ബിജെപിക്കെതിരെ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയാണ് ജനതാദൾ യുണൈറ്റഡ്. സൗഹൃദ മത്സരം എന്ന ഓമന പേരാണ് ഇതിനുള്ളത്. അതോടൊപ്പം തന്നെ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി പ്രവർത്തകരും ബിജെപി പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ ബിജെപി സ്ഥാനാർത്ഥികൾക്കെതിരെ വലിയ രോഷമാണ് ഉള്ളിൽ ഒതുക്കുന്നത്. കാരണം തങ്ങളുടെ ശക്തിക്കനുസരിച്ചുള്ള സീറ്റ് ബീഹാറിൽ ബിജെപി അനുവദിച്ചില്ല എന്നാണ് ചിരാഗ് പാസ്വാന്റെ പരാതി. തങ്ങളെ ഒതുക്കുകയാണ്, ജനതാദൾ യുണൈറ്റഡിനെയും നിതീഷ് കുമാറിനെയും സൈഡ് ലൈൻ ചെയ്ത് അവിടെ ബിജെപി മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടാണ് ബിജെപി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നാണ് ജനതാദൾ യുണൈറ്റഡിന്റെ പരാതി. ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ എടുത്തു പരിശോധിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിന്റെ RJDയുടെയും മറുഭാഗത്ത് പ്രവർത്തനങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നാണ്. മറുഭാഗത്ത് RJDയും കോൺഗ്രസും എണ്ണയിട്ട യന്ത്രം കണക്കിയാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡു ഓർ ഡൈ എന്ന രൂപത്തിൽ ബീഹാർ പിടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ നീണ്ട നിതീഷ് കുമാറിന്റെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കാൻ, സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വിളഭൂമിയാക്കി ബീഹാറിനെ മാറ്റാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് RJDയും കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ ബീഹാറിൽ കളം നിറഞ്ഞു കഴിഞ്ഞു. മറുഭാഗത്ത് ലാലു പ്രസാദ് യാദവും റാബ്രി ദേവിയും മകൻ തേജസ്വി യാദവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുള്ളത്. ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയ്ക്കകത്ത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കാണുള്ളത്, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ വേരോട്ടമുള്ള മണ്ണാണ് ബീഹാർ. ആ ബീഹാറിന്റെ മണ്ണിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഏതു തരത്തിലായിരിക്കും ബീഹാറിന്റെ വിധിയെഴുത്ത് എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. ബീഹാറിൽ NDA സഖ്യത്തെ പരാജയപ്പെടുത്തി അധികാരം പിടിക്കാൻ കഴിയുമെന്നും നവംബർ 14 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ ബീഹാറിന്റെ വോട്ടെണ്ണൽ നടക്കുമ്പോൾ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരാൻ കഴിയുമെന്നാണ് RJD കോൺഗ്രസ് സഖ്യത്തിന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ദേശീയ നേതാക്കന്മാർ അടക്കമുള്ളവർ ബീഹാർ ഉഴുതുമറച്ച്, ബീഹാറിന്റെ രാഷ്ട്രീയ മണ്ണ് ഉഴുതുമറച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് NDAയിലെ പടലപ്പിണക്കം ബിജെപി ക്യാമ്പിനെ അസ്വസ്ഥരാക്കുന്നുണ്ട്. കഴിഞ്ഞ പൊതു ബജറ്റിൽ ഉൾപ്പെടെ ബീഹാറിന് വാരിക്കോരി നൽകി. മക്കാന കർഷകർക്ക് നിരവധിയായ ആനുകൂല്യം പ്രഖ്യാപിച്ച്, ബീഹാറിന് കോച്ച് ഫാക്ടറി പ്രഖ്യാപിച്ച്, ബീഹാറിന് പ്രത്യേക തീവണ്ടികൾ പ്രഖ്യാപിച്ച്, ബീഹാറിന് NITകളും IITകളും പ്രഖ്യാപിച്ച്, ബീഹാറിലെ കർഷകർക്ക് പാക്കേജുകൾ പ്രഖ്യാപിച്ച്, ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ പൊതു ബജറ്റ് ബീഹാറിൽ ഇപ്പോൾ വേണ്ടത്ര ചർച്ച ചെയ്യുന്നില്ല. ബീഹാർ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് വോട്ട് ചോരിയാണ്. ബീഹാർ രാഷ്ട്രീയം സംഘപരിവാറിന്റെ വർഗീയതയ്ക്കെതിരെ ചർച്ച ചെയ്യുകയാണ്. അതോടൊപ്പമാണ് മുന്നണിയിലെ പടലപ്പിണക്കം ബിജെപി ക്യാമ്പിനെ അസ്വസ്ഥരാക്കുന്നത്. എന്തായാലും രണ്ട് മുന്നണികളും വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രചരണം നടത്തി നവംബർ 14 ബീഹാറിന്റെ തലസ്ഥാന നഗരിയിലേക്ക് ആര് യാത്ര തിരിക്കും? ബീഹാർ വോട്ടെണ്ണി പൂർത്തീകരിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുമോ, അതോ ബിജെപിയും നിതീഷ് കുമാറും വീണ്ടും സർക്കാർ രൂപീകരിക്കുമോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നത്. ആ ചോദ്യം ഇപ്പോൾ ഉന്നയിക്കുമ്പോൾ നേരിയ മുൻതൂക്കം, അല്ലെങ്കിൽ NDA സഖ്യത്തെക്കാൾ മുൻതൂക്കം ഇന്ത്യ മുന്നണിക്കും, NDAയേക്കാൾ മുൻതൂക്കം കോൺഗ്രസിനും RJDക്കും തന്നെയാണ് ഇപ്പോൾ ബീഹാറിലുള്ളത്.